ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 1 മന്ത് ഗ്യാപ്പെങ്കിലും കാണും ഇപ്പം പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എനിക്ക് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എൻ്റെ ത്രോട്ട് പെയിൻ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ വിഷയം. ത്രോട്ട് പെയിൻ വന്നതിന് ശേഷം എൻ്റെ ശബ്ദം വളരെ ക്ലിയർ ആയില്ല. ക്ലിയർ ആകാൻ തന്നെ മോർ ദാൻ 3 വീക്സ് എടുത്തു. അപ്പോൾ വീഡിയോ ഇടുന്നതിനകത്തൊരു ഗ്യാപ്പ് വന്നു. നമുക്ക് എന്താണ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ഒരു മൊത്തത്തിലൊരു എന്തെന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ വന്നു. അതുകൊണ്ടൊക്കെയാണ് ഒരു 1 മന്ത് ഗ്യാപ്പ് വന്നത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് സയാറ്റിക്ക അല്ലെങ്കിൽ ബാക്ക് പെയിന്റെ കുറേ ഒരു നീണ്ട കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്സസൈസുകൾ ഉണ്ടായിരുന്നു, പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്യണം. പിന്നെ കുറേ പേര് എന്നെ മെസ്സേജ് അയച്ചു, ചിലർ വിളിച്ചു, ഇതെങ്ങനെ ചെയ്യാം കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ഞാൻ ആ സമയങ്ങളിൽ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന കണ്ടീഷനാണ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീർക്കെട്ട്, അതേപോലെ നമ്മുടെ തൊലിപ്പുറത്ത് ചുമന്ന കളറിൽ ഇങ്ങനെ വീർത്തിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെ ആമവാദത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കാലിന്, അതായത് കാലൊക്കെ ഇങ്ങനെ കോച്ചി പിടിക്കുക, അതേപോലെ വിരലുകൾ കോച്ചി പിടിക്കുക, നമുക്ക് നേരെ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, മസിൽസ് മൊത്തത്തിൽ സ്റ്റിഫ്നെസ് ആകുക, ഇതൊക്കെയാണ് ആമവാദത്തിന്റെ ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത്. ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണ് ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങളെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. മോർ ദാൻ 6 to 1 ഇയർ എങ്കിലും എടുക്കും നമ്മൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാൻ നമ്മുടെ രക്തപരിശോധനയിൽ തന്നെ അറിയാൻ പറ്റും. അതൊരു 6 months ഒക്കെ കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ക്ലിനിക്കൽ, അതായത് നമ്മുടെ ക്ലിനിക്കൽ റിലവൻസ് പ്രകാരം, അതായത് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ട്, അതായത് ഷർട്ടിന്റെ ബട്ടൺസ് ഇടുക, വീട്ടിലെ ജോലികൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ബുദ്ധിമുട്ട്, നീര്, അതായത് ജോയിന്റുകളിൽ നീർക്കെട്ടുകൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള സിംറ്റംസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നുള്ളതിന്റെ ഒരു രക്തപരിശോധനയിൽ റൊമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമുക്ക് കണ്ടെത്താനും പറ്റും. ആ കണ്ടെത്തുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതിനെ നമ്മൾ കൺഫേം ആക്കുന്നത്. അപ്പോൾ എന്താണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇത് ഒരു ഏജ് റിലേറ്റഡ് ഒരു അസുഖമല്ല. എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എല്ലാവരും ഓർക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെ തന്നെ, അല്ലെങ്കിൽ അതേപോലെ ഉള്ള ഒരു കണ്ടീഷനാണ് ഈ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വിചാരിക്കും. രണ്ടും രണ്ടാണ്. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് 20 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഉള്ളവനും, അല്ലെങ്കിൽ അതിന്റെ ആ ഇടയിലുള്ള ഏത് വ്യക്തിക്കും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് ഈ ഒരു കണ്ടീഷൻ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ എന്താണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇത് എങ്ങനെ പിടിപെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജനിതക ഘടന നമ്മളുടെ ശരീരത്തിനെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ രക്തപരിശോധനകൾ ചെയ്യുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് രക്തത്തിന്റെ പരിശോധനകളെയും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്തെ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കളാണ് ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊരു പൂർണ്ണതയായിട്ടുള്ള ഒരു പഠനം ഇന്നേ വരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ജനിതക ഘടന നമ്മൾക്ക് എതിരെ തന്നെ ഈ ആക്രമിക്കുന്ന എന്നുള്ളൊരു കാരണം ഇതുവരെ കണ്ടെത്താനായിട്ട് സഹായിച്ചിട്ടില്ല. സാധാരണയായി ഈ പറഞ്ഞ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് ഒരു ഫോറിൻ ബോഡി, അത് എന്തെങ്കിലും ഫംഗസ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പോൾ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ചില സമയങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും അറ്റാക്ക് ചെയ്യാം. അത് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു ഉള്ള ചോദ്യം ഇപ്പോഴും ഒരു പഠനങ്ങൾ നടക്കുകയാണ്. അതിനൊരു പൂർണ്ണത ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ മെഡിസിനിലെ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മെഡിക്കേഷൻ കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാനും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനുമായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പിടിപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോയിന്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ ജോയിൻസിനെ ആയിരിക്കും. സ്മോൾ ജോയിൻസ്, അതായത് നമ്മുടെ കൈയുടെ വിരലുകള്, കാലിന്റെ വിരലുകള്,
അതേപോലെ കൈയുടെ കുഴകളൊക്കെ ആയിരിക്കും ഫസ്റ്റ് നമുക്ക് സ്റ്റേജസ് ഉണ്ടാകുന്നത്. അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വെയിറ്റ് ബെയറിങ്, നമ്മുടെ ഹിപ്പ്, നീ അങ്ങനെയുള്ള ഏരിയയിലായിരിക്കും ഇത് ഫസ്റ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എഫക്ട് ചെയ്യുന്നത്. പക്ഷെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേനും നേരെ തിരിച്ച് നമ്മുടെ സ്മോൾ ജോയിന്റ്സിനെ അഫക്ട് ചെയ്തിട്ട് ലാർജർ ജോയിന്റ്സിലേക്ക് അഫക്ട് ചെയ്യും. കാരണം ഇതൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മുടെ ബ്ലഡിലൂടെ തന്നെ, അതായത് ബ്ലഡ് സിസ്റ്റമിക് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ രക്തത്തിലൂടെ പകർന്ന എല്ലാ ഏരിയകളിലും, അതായത് ജോയിന്റ്സ് മാത്രമല്ല, കാലക്രമേണ നമ്മളുടെ സ്കിന്ന്, ലങ്സ്, കിഡ്നി, ലിവർ, എല്ലാ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മുടെ ഹാർട്ടിനെയും ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമിക് കണ്ടീഷൻ, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്നൊക്കെയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റിഫ്നെസ്. അതായത് നമുക്കൊരു 3-4 മാസത്തിന്റെ അകത്ത് നമുക്ക് ബോഡിയിലാകെ മസിൽസിന് മൊത്തത്തിൽ ഒരു വീക്ക്നെസ്, സ്റ്റിഫ്നെസ്, ഭയങ്കര ക്ഷീണം, പനി, അതേപോലെ നീർക്കെട്ടുകൾ, ഇതൊക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് സിംറ്റംസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൈകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈകളുടെ ഈ ജോയിന്റിന്റെ ഏരിയ, അതായത് MCP ജോയിന്റ്, DIP ജോയിന്റ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഈ ജോയിന്റുകളുടെ ഏരിയകളിൽ ഇപ്പം നമ്മുടെ ഓരോ വിരൽ മടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ ജോയിന്റ് ഇവിടെ കാണാൻ പറ്റും. ഈ ഓരോ ജോയിന്റിലേക്ക് എന്ത് ചെയ്യും? നീർക്കെട്ടുകൾ വരും. നീർക്കെട്ടുകൾ വന്നിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ ഫസ്റ്റ് സിംറ്റം ആയിട്ട് നമുക്ക് കാണുന്നത്. സ്കിന്നിനുള്ള ഡിസ്കളറേഷൻ, അതേപോലെ ഉരുണ്ട് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കും. നമുക്ക് തന്നെ ഈ പടത്തിൽ കാണാൻ പറ്റുന്നത് പോലെ ഉരുണ്ടിരിക്കും. നോർമലിൽ നിന്ന് പതുക്കെ നമ്മുടെ ഒരു എന്താണ് പറയുന്നത്, ഫിംഗേഴ്സിന്റെ ഒക്കെ ആ ഒരു ലൈനിങ് ഒക്കെ മാറി, കർവച്ചറൊക്കെ മാറി, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ആയിട്ട് ക്രമേണ വരും. ഇതൊരു 6 to 1 year ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഫങ്ഷൻസിനെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴത്തേനുമാണ് മിക്കവരിലും റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡയഗ്നോസിസ് ചെയ്യുന്നത്. സോ ഇതിനേക്കാളും മുമ്പേ തന്നെ ഒരു ഓർത്തോപീഡിക്കിന്റെ അടുത്തോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തോ നമ്മൾ ഇതിന് വേണ്ടി ഒരു സൊല്യൂഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ തന്നെ ഡയഗ്നോസിസ് ചെയ്യാനും അതേപോലെ തന്നെ ഫർദർ ഇഞ്ചുറി കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ബ്രേസേഴ്സും അതേപോലെ സ്പ്ലിന്റുകളും കറക്റ്റ് ആയിട്ടുള്ള വ്യായാമമാണ് 80% ഓഫ് ദി റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനകത്ത് ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത്. ഡിസീസ് മോഡിഫൈഡ് റുമറ്റോയിഡ് മെഡിക്കേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മെഡിക്കേഷനുകളും ഒക്കെ തന്നെ ഉപയോഗിച്ച് അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും ചെയ്ത് നമുക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്തെ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ഈ കണ്ടീഷനെ കൊണ്ടുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അത് സെർച്ച് ചെയ്ത്, അതായത് നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഓർത്തോപീഡിഷ്യൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് അന്വേഷിച്ച് ഇതെന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെയാണ്, ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഫസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങളിൽ കൊണ്ടുവരിക, ഒരു അറിവ് അതിനെപ്പറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നമ്മുടെ പകുതി സ്ട്രെസ്, ടെൻഷൻ, ഇതിനെപ്പറ്റിയുള്ള മൊത്തത്തിലുള്ള ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആകാനും പറ്റും. നമുക്ക് നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാനും പറ്റും. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ആ എക്സസൈസിലൂടെ തന്നെ നമുക്ക് ഇത് കുറേയൊക്കെ പരിഹരിക്കാം. കാരണം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട്, അതായത് നമ്മുടെ ജോയിന്റിന്റെ ഉള്ളിൽ സൈനോവിയൽ ജോയിന്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൈകൾ ഈസി ആയിട്ട് മടക്കാന്, നോക്കാന്, നമുക്കൊരു കാര്യം എടുക്കാന്, ഗ്രാബ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കുന്നത്. ഇതിനുള്ളിൽ നല്ല സൈനോവിയൽ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ടാണ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഫൈബ്രസ് ടിഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഈ പറഞ്ഞ ഫൈബ്രസ് അല്ലെങ്കിൽ ഈ സൈനോവിയൽ ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ആ ക്യാപ്സ്യൂളിനെയാണ് ഇത് ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ വൈറ്റ് അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ ഇതിനുള്ളിലേക്ക് കയറുകയും ഇതിനുള്ളിൽ ആ ഫ്ലൂയിഡ്സിനെയൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യുകയും കാലക്രമേണ ഈ ഫൈബ്രസ് ടിഷ്യൂ ഡാമേജ് ആകുകയും പിന്നീട് അത് സ്റ്റിഫ് ആകുകയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനകത്ത് മെയിനായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലോഷൻ എഫക്റ്റ് അവിടെ കിട്ടുകയും നമുക്ക് മുമ്പോട്ട് ഓരോ ദിവസവും നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് റെഗുലർ ആയിട്ട് എക്സസൈസും കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കണമെന്ന് പറയുന്നത്. മെഡിക്കേഷൻസ് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടിയ മെഡിക്കേഷൻ ഒക്കെയാണ് ഇതിനകത്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഏരിയയിലൊക്കെ തന്നെ നമുക്ക് ലൈനിങ്ങിനും ഒക്കെ ഇച്ചിരി ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണവും കറക്റ്റ് നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട്
ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അതെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബയോട്ടിക് കാര്യങ്ങൾ, അതുപോലെ വൈറ്റമിൻ B12. കാരണം നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് കുറയുകയും വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അളവ് കൂടുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഫറ്റീഗ് അല്ലെങ്കിൽ തളർച്ച ഉണ്ടാകാനുള്ള കാരണം എന്താ? നമ്മുടെ ചുമന്ന രക്താണുക്കളുടെ അളവ് കുറയുകയും വെളുത്ത രക്താണുക്കളുടെ അളവ് കൂടുകയുമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുമന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ വൈറ്റമിൻ B12, അതുപോലെ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ടാബ്ലറ്റുകൾ കഴിക്കുക, പ്രോബയോട്ടിക്സ് കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറിനും കാര്യത്തിനും ഒക്കെ നല്ല ഒരു എന്താണ് പറയുന്ന ഒരു കൂളിംഗ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല അബ്സോർപ്ഷനും കിട്ടും. നമ്മുടെ തളർച്ച, ക്ഷീണം ഇതൊക്കെ മാറുകയും എല്ലാ ദിവസവും നമുക്ക് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾ കറക്റ്റായിട്ട് വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മളുടെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൻഡ്സിന്, അതായത് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളാണ്. കാരണം നമുക്ക് നമ്മുടെ ഷർട്ടുകളായാലും അല്ലെങ്കിൽ ഡ്രസ്സുകൾ ഇടാനും, നമുക്ക് ഒരുങ്ങാനും, മുടി ചെയ്യാനും, നമുക്ക് വെള്ളം കുടിക്കാനും, ഭക്ഷണം കഴിക്കാനും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കൈകളാണ്. അതുപോലെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ ജോയിന്റ്സിലാണെന്ന് പറഞ്ഞു, നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ കൈകൾക്കുള്ള കുറച്ച് എക്സസൈസുകളാണ്. അത് ഡെയിലി റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികൾ കറക്റ്റായിട്ട് ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നതാണ്. അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷനും എടുക്കുക. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോപീഡിഷ്യൻ ഡോക്ടറിന്റെ നല്ലൊരു ഫോളോ അപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ അല്ലെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുവരെ ബൈ.